അടുത്തതാ വീണ്ടും ഒരു താറാണ് KL11 കോഴിക്കോട് രജിസ്ട്രേഷൻ വരുന്ന ഒരു റെഡ് വണ്ടി. ഇത് നിങ്ങൾക്ക് 10,10,000 രൂപയ്ക്കാണ് കിട്ടാൻ പോകുന്നത്. അതെ അല്ലേ? അതെ അതെ. ഏതാ മോഡൽ ഇത്? ഇത് 2021 ഹാരിയർ XZ ആണ് വരുന്നത് ഓട്ടോമാറ്റിക്കലി ഫുൾ ഓപ്ഷൻ. അതെ അതെ. XZ പ്ലസ് വരുന്നില്ല, അന്നില്ല. XZ ഉള്ളൂ. 21 മോഡലാണ്. ഡീസൽ ഓട്ടോമാറ്റിക്കാ? ഡീസൽ വരുന്നത്, ഡീസൽ ഓട്ടോമാറ്റിക് വാഹനം, 2 ലിറ്റർ ഡീസൽ എഞ്ചിൻ വരുന്ന വണ്ടി. ഓട്ടോ എത്ര പോയി? ഇത് 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓ, ലോ കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. സിംഗിൾ ഓണർ, വെൽ മെയിൻറ്റൈൻഡ് ആണ് അല്ലേ? അതെ അതെ. ഓക്കെ, അപ്പോ ചെറിയ സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ റെഡി ആക്കി കൊടുക്കും, എല്ലാം ക്ലിയർ ചെയ്ത് പോളിഷ് ചെയ്ത് തരും. ഓക്കെ, ഈ കാണുന്ന ലുക്കിലായിരിക്കില്ല, നല്ല അടിപൊളിയാക്കിയിട്ട് വണ്ടി തരും അല്ലേ? നോക്കാനില്ല. 4x4 കാറാണ്. അതും റാംഗ്ലറിന്റെ ബമ്പർ കാര്യങ്ങളൊക്കെ മാറ്റി ചെയ്തേക്കുന്ന, ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട് അല്ലേ? നല്ല ചെയ്തിട്ടുണ്ട്. ഗ്രീൻ കളറാണ്. 4x4. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിതാ കോഴിക്കോടുള്ള കാർ ആൻഡ് ബൈക്കിൽ വന്നിരിക്കുകയാണ്. കാർ ആൻഡ് ബൈക്കിലാണ് ഇന്നത്തെ വീഡിയോ. നമ്മുടെ കൂടെ ജിഷ്ണുണ്ട്. ജിഷ്ണു, സ്വാഗതം. കഴിഞ്ഞ വീഡിയോ റെസ്പോൺസ് എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല, നല്ല രീതിയിൽ റെസ്പോണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വണ്ടി പോയോ? ഉണ്ട് 2-3 വണ്ടികൾ പോയിട്ടുണ്ടല്ലേ? ഓക്കെ. അപ്പോൾ ഇവിടെ കാർ ആൻഡ് ബൈക്കിനെ പറ്റി ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാമായിരിക്കും. യൂസ്ഡ് കാർ പരതുന്ന എല്ലാവർക്കും കാർ ആൻഡ് ബൈക്കിനെ പറ്റി അറിയാമായിരിക്കും. 2 വർഷം വരെ വാറണ്ടി ലഭിക്കുന്ന വാഹനങ്ങളും അതേപോലെ തന്നെ 1 ഇയർ RS റോഡ് സൈഡ് അസിസ്റ്റ്, അതായത് നിങ്ങൾ വണ്ടി കൊണ്ടുപോകാൻ വാറണ്ടി എന്ന് വെച്ചാൽ അതിന് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. ഓരോ മോഡൽ കാര്യങ്ങളൊക്കെ അനുസരിച്ചായിരിക്കും, കിലോമീറ്ററൊക്കെ അനുസരിച്ചായിരിക്കും. പക്ഷേ RS എന്ന് പറയുന്നത് എല്ലാ വണ്ടിക്കും, ഏത് പഴയ വണ്ടി ആയിക്കോട്ടെ, RS റോഡ് സൈഡ് അസിസ്റ്റ് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. വണ്ടി എന്തെങ്കിലും കാരണവശാൽ ബ്രേക്കുകളായാലും അതിനുള്ള ഹെൽപ്പ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റോഡിൽ തന്നെ കിട്ടും. അതാണ് റോഡ് സൈഡ് അസിസ്റ്റ്. ഓക്കെ, അപ്പോൾ എടുക്കുന്ന വണ്ടികൾ വാറണ്ടി ഒക്കെ ഉള്ള വണ്ടികളാണെങ്കിൽ ഇവരെ തന്നെ ഫുൾ ചെക്ക് പോയിന്റ്സിലൂടെ കടത്തി വിട്ട് അത്രയും ഉറപ്പ് വരുത്തി എടുക്കുന്ന വണ്ടികളാണ്. അപ്പോൾ അതിന്റെ മേലെ പിന്നെ ഒരു ഇൻസ്പെക്ഷൻ ആവശ്യം വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ ഷോറൂം ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ഫറൂഖ് ചുങ്കത്താണ് ലൊക്കേഷൻ. കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും സ്റ്റോക്ക് കണ്ടുനോക്കാം. 2 ഥാറൊക്കെ കാണുന്നുണ്ട്. ബാക്കി ചെറുവണ്ടികളൊക്കെ ഉണ്ടോ? എല്ലാം ഉണ്ട്, എല്ലാ സെഗ്മെന്റും എല്ലാം ഉണ്ട്. ഓക്കെ, എന്തായാലും കണ്ടുനോക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ. എല്ലാവരും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ആദ്യ വാഹനം കിയയുടെ സോണറ്റ് ആണ്. KL11 കോഴിക്കോട് രജിസ്ട്രേഷൻ തന്നെ വരുന്ന വാഹനമാണ്. ഒരു അടിപൊളി കോമ്പാക്ട് SUV. ഏതാ മോഡൽ ഇത്? 2022 മോഡലാണ്. സോണറ്റ് HTK പ്ലസ് ഡീസലാണ് വരുന്നത്. ഓ, ഡീസൽ മാനുവൽ. അതെ 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 അതെ. HTK പ്ലസ് ഡീസൽ മാനുവൽ. നല്ല മൈലേജ് ഉണ്ടാവും. 18-20 മേലെ തന്നെ ഏകദേശം മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ്. ഓട്ടോ എത്ര പോയിട്ടുണ്ട്? ഇത് സിംഗിൾ ഓണർഷിപ്പിൽ 64,000 മാത്രം ഓടിയ വണ്ടിയാണ്. ഓ, 64,000 ഓടി. 22 മോഡലിൽ ഇപ്പൊ 4 വർഷമായി വെറും 64,000 കിലോമീറ്റർ ഓടിയേക്കുന്ന വാഹനം. ചെറിയ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ ചെയ്ത് കൊടുക്കും. എല്ലാം ക്ലിയർ ചെയ്ത് എല്ലാ വണ്ടിയും നിങ്ങൾ അങ്ങനത്തെ ക്ലിയർ ആയിട്ടല്ലേ കൊടുക്കും? ഓക്കെ, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ട് വണ്ടി തരുള്ളൂ. നല്ല ടയേഴ്സ് ഉണ്ട്, 4 പുതിയ. ആ ഭാഗത്തേക്ക് ഒന്നും നോക്കാനില്ല. സർവീസ് ഒക്കെ ഇപ്പൊ കഴിഞ്ഞിട്ടാ? എങ്ങനെ സർവീസ് ഒക്കെ ഇപ്പൊ കഴിഞ്ഞ? സർവീസ് നമ്മൾ വാറന്റിന്റെ കൂട്ടത്തിൽ ഇൻക്ലൂഡ് ആയിട്ട് ചെയ്ത് കൊടുക്കുക. വാറന്റി ഉള്ളതാണ്, 2 വർഷത്തെ വാറന്റി ഉള്ള വണ്ടിയാണ്. വാറന്റി, റോഡ് സൈഡ് അസിസ്റ്റ് എല്ലാം കിട്ടുന്നുണ്ട്. ക്ലെയിമും കാര്യമൊന്നുമില്ല അല്ലേ? ഇല്ല. എത്ര ചോദ്യം? ഇത് 8.5. 8,50,000 രൂപയ്ക്ക് 2022 ഡീസൽ മാനുവൽ HTK പ്ലസ് മിഡിൽ ഓപ്ഷൻ വരുന്ന വാഹനമാണ്. അപ്പോൾ താല്പര്യമുണ്ടോ? എന്തായാലും വിളിച്ചോ. ബേസിക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു അടിപൊളി കോമ്പാക്ട് SUV. നല്ല മൈലേജ് കൊണ്ടു നടക്കാൻ പറ്റിയ വണ്ടി. ഒരു 8 ലക്ഷം വരെ ലോണും കയറില്ലേ? 8 ലക്ഷം എന്തായാലും കിട്ടും. എന്തായാലും. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത നമ്മൾ നേരെ ഒരു EV-യിലേക്ക് വന്നിരിക്കുകയാണ്. അതും മഹീന്ദ്രയുടെ XUV 400 ആണ്. KL85 രജിസ്ട്രേഷൻ അല്ലേ? അതെ അതെ. ഓക്കെ, ഏതാ മോഡല്? ഇത് 2022 മോഡലാണ്. ഇത് 400 62,000 കിലോമീറ്റർ മാത്രം ഓടിയ 22 മോഡൽ 65,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അല്ലേ? സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് തന്നെ കിടക്കുന്നതാണ്. നിലവിൽ ഇപ്പൊ ഇതിൽ ബാറ്ററി വാറന്റി ഒക്കെ നിലവിൽ ലൈവിലുണ്ട്. എത്ര വരെ ഉണ്ടാവും? 8 വർഷം വാറന്റി ഉണ്ട് ബാറ്ററിക്ക്. സെക്കൻഡ് ഓണർക്ക് കിട്ടൂലേ? കിട്ടും. ഓക്കെ, 8 വർഷം ബാറ്ററി വാറന്റി, ബാറ്ററി മോട്ടോർ എല്ലാം കിട്ടുന്നുണ്ട് അല്ലേ? ഓക്കെ, അപ്പോ 8 വർഷമാണോ? അത് 22 മുതൽ 8 വർഷമാണോ? 22 മുതൽ 8 വർഷം. അതല്ല ചോദിച്ചേ. 22 മുതൽ 8 വർഷം, അതായത് 2030 വരെ ബാറ്ററിക്ക് വാറണ്ടി കിട്ടുന്നുണ്ട്. ക്ലെയിമും കാര്യമൊന്നുമില്ല. ക്ലെയിം കാര്യങ്ങൾ ബോണറ്റ് റീപ്ലേസ് ഉണ്ട്. ബോണറ്റ് മാത്രം മാറിയിട്ടുണ്ട്. കമ്പനി തന്നെയാണ്. അതെ. ഓക്കെ, ഇതിന്റെ റേഞ്ച് എങ്ങനെയാണ് വരുന്നത്? ഇതില് റേഞ്ച് വരണ്ടെങ്കിൽ 350 വരുന്നത്. നമുക്ക് കിട്ടുക ഒരു ഏകദേശം 300-290 റേഞ്ചിലേക്ക്. 290-300 വരെ കിട്ടാൻ ചാൻസ് ഉണ്ട്. 350 കമ്പനി റേഞ്ച് പറയുന്ന വാഹനമാണ്. ഫുൾ ചാർജിൽ XUV 400 2022 മോഡൽ 65,000 കിലോമീറ്റർ. കിലോമീറ്റർ വാറണ്ടി എത്രയാണ് വരുന്നത്? ഇതിന് 1.5 എത്രയാണ് വരിക? 1.5 വരുന്നുണ്ട്. ഓക്കെ, 1.5 ലക്ഷം കിലോമീറ്ററിലാണ് വാറണ്ടി വരുന്നത്. അപ്പോൾ എത്ര കൊടുക്കുക ഇത്?
ഇത് നമ്മൾ ചോദിക്കുന്ന 9 ലക്ഷമാണ്. നമുക്ക് മാക്സിമം നെഗോഷ്യബിൾ ചെയ്തിട്ട് വണ്ടി കൊടുക്കാൻ പറ്റും. ഓക്കെ, 9,50,000 രൂപയ്ക്ക് ഒരു EV കോമ്പാക്ട് SUV നിങ്ങൾക്ക് കൊണ്ടുപോകാം. XUV 400 65,000 ഓടിയിട്ടുള്ള 1.5 ലക്ഷം വരെ വാറണ്ടി കിട്ടും. ഇനി 2030 വരെയും ബാറ്ററി വാറണ്ടി ഒക്കെ കവർ ആകുന്നുണ്ട്. അപ്പോൾ താല്പര്യം ഉണ്ടോ വിളിച്ചാൽ ഫുൾ ഓൺ കയറില്ല, ഇതിന് ഫുൾ ഓൺ കിട്ടും. അടുത്ത ഒരു നല്ല സെഡാൻ കാറ്റഗറിയാണ് Volkswagen Vento KL51 രജിസ്ട്രേഷൻ വരുന്ന വാഹനം. ഏതാ മോഡൽ? ഇത് 2018 വെൻഡോ കംഫർട്ട് ലൈനാണ് വരുന്നത്. മിഡിൽ ഓപ്ഷൻ ആണ്. കംഫർട്ട് ലൈനിൽ അലോയ്സ് കാര്യങ്ങളൊക്കെ വരും. വരുന്നുണ്ട്. ഓക്കെ, 18 മോഡല് കംഫർട്ട് ലൈൻ മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്. പെട്രോൾ? അതെ. മാനുവലാ? മാനുവൽ. പെട്രോൾ മാനുവൽ വാഹനമാണ്. പെട്രോൾ അല്ല, ഡീസലാണ് വരുന്നത്. ഡീസലാ? അതെ, ഡീസലാണ്. അപ്പൊ 18 ഡീസൽ വെൻഡോ ആണ്. കംഫർട്ട് ലൈൻ മിഡിൽ ഓപ്ഷൻ അലോയ്സ്. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഉണ്ടാവില്ല. മിറർ അഡ്ജസ്റ്റ്മെന്റ് വരുള്ള ആളല്ലേ? എങ്ങനെ? മിറർ അഡ്ജസ്റ്റ്മെന്റ് വരുന്നുണ്ട്. മിറർ അഡ്ജസ്റ്റ്മെന്റ് 4 പവർ വിൻഡോ അതൊക്കെ വരും. കുഴപ്പമില്ലാത്ത നല്ല ടയർ ഭാഗം ഉണ്ട്. ഓട്ടോ എത്ര പോയി ഡീസൽ? ഇത് 90,000 ഓടിയിട്ടുള്ളൂ. 1 ഇയർ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സിംഗിൾ ഓൺഷിപ്പിലാണ് വണ്ടി വരുന്നത്. 18 90,000 ഒരു വലിയ ഓട്ടോ അല്ല. പിന്നെ മൈലേജ് ഉണ്ടാവേ 18-20 റേഞ്ച് മൈലേജ് കിട്ടും. നല്ല സ്റ്റെബിലിറ്റി, നല്ല പെർഫോമൻസ്, അത്യാവശ്യം നല്ല സേഫ്റ്റി ഒക്കെ ഉള്ള ഒരു സെഡാൻ വേണമെന്നുണ്ടെങ്കിൽ വിത്ത് മൈലേജ് എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ചോയ്സ് ആണിത്. നിങ്ങൾക്ക് കമ്പനി കൊണ്ടുപോയി ചെക്ക് ചെയ്യാം അല്ലേ? എവിടെ വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ഇവർ ഓൾറെഡി ചെക്ക് ചെയ്തെടുത്താണ് എങ്ങനെയായാലും. പിന്നെ ഡീസൽ വണ്ടിയാണ്. അതിൻ്റെ ഒരു മെയിൻ്റനൻസ് കണ്ടിട്ടേ നമ്മൾ വണ്ടി എടുക്കാവൂ. പ്രത്യേകിച്ച് Volkswagen ജർമ്മൻ കാറുകൾ ആ ഒരു മെയിൻ്റനൻസ് കണ്ടിട്ട് നിങ്ങൾക്ക് എടുക്കാം. നല്ല പെർഫോമൻസ് എല്ലാം കിട്ടുന്ന ഒരു അടിപൊളി വണ്ടിയാണ്. എത്ര ഇതിൻ്റെ ചോദ്യം ഇപ്പോൾ? 5,40,000. 5,40,000 രൂപയ്ക്ക് 2018 കംഫർട്ട് ലൈൻ ഡീസൽ വെൻഡോ നല്ല വൃത്തിയുള്ള ഒരു വണ്ടി കൊണ്ടുപോകാൻ. ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഒരു ക്ലെയിമും ഇല്ല. ഓണർഷിപ്പ് എത്രയാ? സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർ കിടക്കുന്ന വണ്ടിയാണ്. 5,40,000 നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒരു 5 ലക്ഷം 5,40,000 രൂപ ലോണും കയറും. 5,40,000 വരെ ലോണും കിട്ടും. ഓക്കെ, ഫുൾ ലോണും കയറുന്ന വണ്ടി. അടുത്തത് ഫുള്ളി ഓഫ് റോഡറിലേക്ക് നമ്മൾ വന്നു. ഇത് 4x4 താറല്ലേ? 4x4 താറ. 4x4 താറാണ്. അതും റാംഗ്ലറിന്റെ ബമ്പർ കാര്യങ്ങളൊക്കെ മാറ്റി ചെയ്തേക്കുന്ന, ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട് അല്ലേ? കാര്യങ്ങളൊക്കെ നന്നായിട്ട് നല്ല ചെയ്തിട്ടുണ്ട്. ഗ്രീൻ കളറാണ്. 4x4 ഡീസൽ മാനുവലാ? ഡീസൽ അല്ല, പെട്രോൾ ഓട്ടോമാറ്റിക്. 4x4 പെട്രോൾ ഓട്ടോമാറ്റിക് വാഹനമാണ്. ഓക്കെ, 2021 മോഡല്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി വരുന്നത്. ഒരു 13 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ് 13 ലക്ഷം. 13 ലക്ഷമാണ് ചോദിക്കുന്നത്. അല്ല, ഓട്ടം 40,000 ഓട്ടം. 40,000 കിലോമീറ്റർ ഓടിയ 2021 മോഡൽ പെട്രോൾ ഓട്ടോമാറ്റിക് 4x4 കാർ 13 ലക്ഷം ചോദ്യമാണ്. എന്തൊക്കെ മാറ്റം ചെയ്ത് കൊടുക്കാലോ? അതൊക്കെ ചെയ്ത് കൊടുക്കാം. ഓണർഷിപ്പ് എത്രയാണ് കിടക്കുന്നത്? സെക്കൻഡ് ഓണറാ. സെക്കൻഡ് ഓണറിൽ നിൽക്കുന്ന വാഹനം. അത്യാവശ്യം നല്ല ഫിറ്റിംഗ്സ് കയറി അടിപൊളി ലുക്കിലാക്കിയ ഒരു കാറാണ് കേട്ടോ. അപ്പൊ താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോ. പിന്നെ വെറൈറ്റി കളർ, ഗ്രീൻ അങ്ങനെ കാണാം. ഓക്കെ, വെറൈറ്റി കളറുമാണ്. അപ്പൊ താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോ. ഒരു 12 ലക്ഷം 12.5 വരെയൊക്കെ ലോൺ കയറുമോ? 12-12.5 വരെ ലോൺ കിട്ടും അല്ലേ? അതെ. ചെറിയ ഡൗൺ പേയ്മെന്റ് ആണ്, ഇറക്കാൻ പറ്റിയ വണ്ടിയാണ്. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തതാ വീണ്ടും ഒരു താറാണ്. KL11 കോഴിക്കോട് രജിസ്ട്രേഷൻ വരുന്ന ഒരു റെഡ് വണ്ടി. ഇത് നിങ്ങൾക്ക് 10,10,000 രൂപയ്ക്കാണ് കിട്ടാൻ പോകുന്നത്. അതെ അല്ലേ? ഏതാ മോഡൽ? ഇത് 2020 സോഫ്റ്റ് ടോപ്പിലാണ് വരുന്നത്. ഡീസൽ 4x4 ആണ് വണ്ടി വരുന്നത്. ഡീസൽ 4x4 സോഫ്റ്റ് ടോപ്പ് ആണ്. 2020 മോഡലില്. ഓട്ടോ എത്ര പോയിട്ടുണ്ട്? ഇത് 60,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. 60. സിംഗിൾ ഓണർ ആണോ? തേർഡ് ഓണർഷിപ്പിലാണ് വണ്ടി വരുന്നത്. തേർഡ് ഓണർഷിപ്പ് ആയിട്ട്. ഓക്കെ, 2020 മോഡൽ സോഫ്റ്റ് ടോപ്പ് 4x4 ഡീസൽ കാർ അല്ലേ? ഓക്കെ, അപ്പോൾ 10,10 നിങ്ങൾക്ക് കൊണ്ടുപോകും. ആ റേറ്റ് ഫൈനലാണോ? നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാം, അതൊന്നും കുഴപ്പമില്ല. ചെറിയ മാറ്റം അല്ലേ? ഓക്കെ, 10,10,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാം ഈ വണ്ടി. നല്ല ടയർ ഭാഗം എല്ലാം ഉണ്ട്. ക്ലെയിമോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇതിന് ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. എല്ലാ പക്ക സർവീസ് ഉണ്ട് അല്ലേ? നല്ല സർവീസ്. ഓക്കെ, ഇപ്പൊ കണ്ട സാറിനും നേരത്തെ കണ്ട സാറിനും സോണറ്റിനും പിന്നെ ഇതിനൊക്കെ ഇത് കിട്ടുന്നുണ്ട് അല്ലേ? വാറണ്ടി കിട്ടുന്നുണ്ട്. വെൻഡോന് വാറണ്ടി കിട്ടൂലോ? വെൻഡോന് കൊടുക്കുന്നില്ലല്ലോ വാറണ്ടി? വെൻഡോക്ക് 1 ഇയർ വാറണ്ടി ഇല്ല. 2018 മോഡൽ 1 ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട്. 1 ഇയർ കിട്ടുന്നുണ്ട്. അതെ. അപ്പൊ ഇതുവരെ കണ്ട വണ്ടിക്കെല്ലാം വാറണ്ടി ഉണ്ട് കേട്ടോ. ഇതിനെല്ലാം 2 വർഷം ഉണ്ട്. വെൻഡോക്ക് 1 ഇയർ ഉണ്ട്. അടുത്ത വണ്ടിയിൽ അടുത്തതാ വീണ്ടും ഒരു കോമ്പാക്ട് SUV തന്നെ. KL57 കോഴിക്കോട് കൊടുവള്ളി രജിസ്ട്രേഷൻ വരുന്ന ഫോർഡിന്റെ എക്കോ സ്പോർട്ട് ആണ്. ഏതാ മോഡൽ? ഇത് 2016 ഫോർഡ് എക്കോ സ്പോർട്ട് ടൈറ്റാനിയാണ് വേരിയന്റ് വരുന്നത്. 16 ടൈറ്റാനിയം എന്ന് വെച്ചാല് എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. ഇതിൽ 6 എയർ ബാഗ് ഉണ്ടാവില്ല. പ്ലസിലേക്ക് പോകുമ്പോൾ, ടൈറ്റാനിയം പ്ലസിലേക്ക് പോകുമ്പോൾ 6 എയർ ബാഗ് വരില്ല, 2 എയർ ബാഗ് ഉണ്ടാവും. ബാക്കി എല്ലാ ഫീച്ചേഴ്സും അലോയ്സ്, പുഷ്പട്ടം തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും വാഹനമാണ്. ഡീസലോ പെട്രോളോ? ഇത് ഡീസലാണ് വരുന്നത്. 90,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. 90,000 ഡീസൽ മാനുവൽ 2016 വാഹനമാണ്. 90,000 ഓടിയിട്ടുള്ളൂ. എത്ര ഓണർഷിപ്പ്? സെക്കൻഡ് ഓണറാണ് വരുന്നത്. സെക്കൻഡ് അല്ലേ? മൈലേജ് ഉണ്ടാവുക ഒരു 18-20 റേഞ്ചൊക്കെ മൈലേജ് നല്ല കിട്ടും. പിന്നെ അത്യാവശ്യം നല്ല വെയിറ്റ്, നല്ല
സേഫ്റ്റി എല്ലാം വരുന്ന വണ്ടി. കോമ്പാക്ട് SUV ആണ്. ഇതിൽ എന്തെങ്കിലും ക്ലെയിമോ കാര്യങ്ങളോ ഉണ്ടോ? ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല, നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. നീറ്റാണ്. ഓക്കെ, വാറണ്ടി കവേർഡ് ആവില്ല അല്ലേ? ഇല്ല. ഓക്കെ, വർഷത്തിന്റെ പഴക്കണ്ട, അതുകൊണ്ടാണ്. ഫുൾ ഇൻസ്പെക്ട് ചെയ്തെടുത്ത വെഹിക്കിൾ ആണ് കേട്ടോ. ഇവര് കംപ്ലീറ്റ് ചെക്ക് പോയിന്റ്സ് ചെക്ക് ചെയ്തെടുത്ത വെഹിക്കിൾ ആണ് അല്ലേ? 200+ ചെക്ക് പോയിന്റ്സിലൂടെ നോക്കിയിട്ട് എടുക്കുന്ന വണ്ടികളാണ്. അപ്പോൾ ധൈര്യത്തിൽ കൊണ്ടുപോകാം നിങ്ങൾക്ക്. പിന്നെ ഡീസൽ വണ്ടിയാകുമ്പോൾ ഞാൻ നേരത്തെ വെൻഡോനെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ മെയിൻ്റനൻസ് സൈഡ് കാണണം, അതിനൊരു തുക നമ്മൾ കാണണം. അത്ര ഓട്ടമുള്ള ആൾക്കാരെ ഇത് എടുക്കാൻ പാടുള്ളൂ അല്ലേ? ഒരു ഡെയിലി ഒരു 70-75 കിലോമീറ്റർ ഒക്കെ മിനിമം ഓട്ടം ഉണ്ടെങ്കിൽ എടുത്ത കാര്യമുണ്ട്. ഓക്കെ, അപ്പോൾ എത്രയുണ്ട് ചോദ്യം? ഇത് 5,40,000 രൂപ. 5,40,000 16 ഫൈനലാണോ റേറ്റ്, അല്ലെങ്കിൽ അഡ്ജസ്റ്റബിൾ ആണോ? അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം, നെഗോഷ്യബിൾ റേറ്റ് ആണ്. 5,40,000 16 ടൈറ്റാനിയം ഡീസൽ മാനുവൽ എക്കോസ്പോർട്ട് 90,000 കിലോമീറ്റർ ഓടി സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം. താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോ. അടുത്തത് ഒരു ചെറിയ സെഗ്മെന്റ് വാഹനം നോക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയൊരു വണ്ടിയാണ് ഹ്യുണ്ടായുടെ ഇയോൺ. ഇതും KL57 കൊടുവള്ളി രജിസ്ട്രേഷൻ, കോഴിക്കോട് ജില്ല. എങ്ങനെ ഡീറ്റെയിൽ ഇത്? 2014 മാഗ്ന പ്ലസ് വരുന്നത്, ഇയോൺ മാഗ്ന പ്ലസ്. 14 മാഗ്ന പ്ലസ് ആണ്, ഇറ പ്ലസ് അല്ല. ഇറ പ്ലസ് ആണ് നമ്മൾ കോമൺ ആയിട്ട് കേൾക്കാറുള്ളത്. മാഗ്ന പ്ലസിലേക്ക് വരുമ്പോൾ അഡീഷണൽ ആയിട്ട് സെൻട്രൽ ലോക്കും അതേപോലെ തന്നെ സ്റ്റീരിയോ ഇൻബിൽട്ട് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇറ പ്ലസിൽ അത് രണ്ടും ഉണ്ടാവില്ല. ബാക്കി 2 ഡോർ പവർ വിൻഡോ, ACs, പവർ ഷെയറിംഗ് ഒക്കെ വരും. ഓട്ടോ എത്ര പോയി? 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓ, ലോ കിലോമീറ്റർ, സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. സിംഗിൾ ഓണർ, വെൽ മെയിൻറ്റൈൻഡ് ആണ് അല്ലേ? അതെ. ഓക്കെ, അപ്പോൾ ചെറിയ സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ റെഡി ആക്കി കൊടുക്കും, എല്ലാം ക്ലിയർ ചെയ്ത് പോളിഷ് ചെയ്ത് തരും. ഓക്കെ, ഈ കാണുന്ന ലുക്കിലായിരിക്കില്ല, നല്ല അടിപൊളിയാക്കിയിട്ട് വണ്ടി തരും അല്ലേ? ഒന്നും നോക്കാനില്ല. അപ്പോൾ ഇതിനാകുമ്പോൾ മൈലേജും ഉണ്ടാവും. 16-19 റേഞ്ചൊക്കെ ഏകദേശം മൈലേജ്. 800 cc വണ്ടിയാണ്. കുഴപ്പമില്ലാത്ത ടയർ ഭാഗം ഉണ്ട് അല്ലേ? ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ക്ലെയിം കാര്യങ്ങളൊന്നും വരുന്നില്ല. 1,90,000 നമ്മൾ ഇതിന് ചോദിക്കുന്നത്. 1,90,000. അത് ഫൈനൽ അല്ല, നെഗോഷ്യബിൾ ചോദ്യമാണ്. നെഗോഷ്യബിൾ ആണ്. മാഗ്ന പ്ലസും ആണ്, മാറിപ്പോണ്ട. ഇറ പ്ലസ് അല്ല, ഇറ പ്ലസിന്റെ വെറൈറ്റി കമ്പയർ ചെയ്ത് മാഗ്ന പ്ലസ് ആണ്. അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോ. നല്ലൊരു ചെറിയ വണ്ടി, ഒരു 1.25 ലോണും കിട്ടും. അതെ. ഇനി ഇതാ ഒരു സ്റ്റൈലിഷ് SUV നോക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ വാഹനമാണ് ടാറ്റ ഹാരിയർ KL85 രജിസ്ട്രേഷൻ വണ്ടി. ഏതാ മോഡൽ ഇത്? 2021 ഹാരിയർ XZ ആണ് വരുന്നത്, ഓട്ടോമാറ്റിക്കലി ഫുൾ ഓപ്ഷൻ. അതെ. XZ പ്ലസ് വരുന്നില്ല, അന്നില്ല. XZ ഉള്ളൂ. 21 മോഡലാണ്. ഡീസൽ ഓട്ടോമാറ്റിക്കാ? ഡീസൽ ഓട്ടോമാറ്റിക് വാഹനം, 2 ലിറ്റർ ഡീസൽ എഞ്ചിൻ വരുന്ന വണ്ടി. പെർഫോമൻസും പിന്നെ ഓട്ടോമാറ്റിക്കും ആണ്. സുഖസുന്ദരമായിട്ട് ഓടിച്ചു പോകാം. സേഫ്റ്റി ഉണ്ട്, 5 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്, എല്ലാ ഫീച്ചേഴ്സും വരും കേട്ടോ. ഓട്ടോ എത്ര പോയി? ഇത് 1,02,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സർവീസ് ഒക്കെ? സർവീസ് പക്കാ സർവീസ് ആണ്. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് സിംഗിൾ ഓണർ വണ്ടിയാണ്. ഓക്കെ, സിംഗിൾ ഓണർ കിടക്കുന്നത് 2021 1,02,000 കിലോമീറ്റർ ഓടി XZ ഡീസൽ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ ഹാരിയർ. എത്ര കൊടുക്കാം നമുക്ക്? ഇത് 8.5 ലക്ഷത്തിന് കൊടുക്കാം. 8,50,000 രൂപയ്ക്ക് 2021 ഡീസൽ ഓട്ടോമാറ്റിക് ഹാരിയർ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓക്കെ, ലോൺ എത്ര കയറും? ലോൺ നമുക്കൊരു 8 ലക്ഷം വരെ ലോൺ കിട്ടും. അത്രയും കിട്ടും അല്ലേ? അതെ. മാക്സിമം ലോൺ സൗകര്യം. അടുത്തത് റെനോ ക്യാപ്ചർ KL3 രജിസ്ട്രേഷൻ വരുന്ന വാഹനം. നിസാൻ കിക്സ് നോക്കുന്നവരുണ്ടെങ്കിലും ഇതെടുക്കാം. രണ്ടും സെയിം സാധനം തന്നെയാണ്. ഏതാ മോഡൽ ഇത്? 2017 വരുന്നത്. റെനോൾട്ട് ക്യാപ്ചർ RXT ആണ് വരുന്നത്. RXT ടോപ്പിന്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ്. അല്ല, RXS RXZ അല്ല, അങ്ങനെ വരും. ഓക്കെ, ടോപ്പിന് മിഡിലായിട്ട് വരും. ഓക്കെ, ബേസിക് എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. മിറർ അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ എല്ലാം വരുന്നുണ്ട്. ഓക്കെ, ക്ലെയിമും കാര്യം എന്തെങ്കിലും ഉണ്ടോ? ക്ലെയിം കാര്യങ്ങളൊന്നും വരുന്നില്ല. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി വരുന്നത്. 17 പറഞ്ഞേ? 2017 സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന RXT. ഇത് ഡീസലോ പെട്രോളോ? ഇത് ഡീസലാ വരുന്നത്. ഡീസൽ 85 അല്ലേ? അതെ. അല്ല, 85 അല്ല, 110 വരെ. ഇത് 85 അല്ലേ? ഓക്കെ, അപ്പോൾ മൈലേജ് ഉണ്ടാവും. 18-19 റേഞ്ച് മൈലേജ് കിട്ടും. വേറെ ക്ലെയിമും കാര്യമൊന്നുമില്ല. 17 സെക്കൻഡ് ഓണർഷിപ്പ്. ഓട്ടം ഇതിന് ഓട്ടോ 68,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓ, ലോ കിലോമീറ്റർ ആണ്. അതെ. ഓക്കെ, എത്ര ചോദ്യം? ഇത് 4.5 ലക്ഷം. 4,50,000 രൂപയ്ക്ക് 17-68,000 കിലോമീറ്റർ മാത്രം ഓടിയ റെനോ ക്യാപ്ചർ RXT നിങ്ങൾക്ക് കൊണ്ടുപോകാം. 1 ഇയർ വാറണ്ടിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. വാറണ്ടി ഉണ്ട് അല്ലേ? 1 ഇയർ വാറണ്ടി. ഇതിന് വേറെ ക്ലെയിമോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഓക്കെ, അപ്പോൾ പക്കാ വണ്ടിയാണ്. താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോ. ലോൺ മാക്സിമം കയറും? ഇത് ലോണും അതേപോലെ തന്നെ 3.5 ലക്ഷം വരെ ലോൺ കിട്ടും. 3-4 വരെ കിട്ടും. ഓക്കെ, പ്രൈസ് അഡ്ജസ്റ്റബിൾ അല്ല? പ്രൈസ് നെഗോഷ്യബിൾ ആണ്, നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. അടുത്തത് നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനമാണ് ഹ്യുണ്ടായുടെ i10 നിയോസ് ആണ്. KL65 തിരൂരങ്ങാടി രജിസ്ട്രേഷൻ, മലപ്പുറം ജില്ല. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇഷ്ടത്? ഇത് 2021 ഗ്രാൻഡ് i10 നിയോസ് ഓട്ടോമാറ്റിക്കിലാണ് വരുന്നത്. സ്പോർട്സ് ഓട്ടോമാറ്റിക്. 21 സ്പോർട്സ് ഓട്ടോമാറ്റിക്. ടോപ്പിന്റെ താഴെ മിഡിൽ ഓപ്ഷൻ ആയിട്ട് വരുന്നതാണ്. ഇതിൽ തന്നെ മിറർ അഡ്ജസ്റ്റ്മെന്റ്, സ്റ്റിയറിംഗ് കൺട്രോൾസ്, അങ്ങനത്തെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വരും. 21 മോഡൽ. ഓട്ടോ എത്ര പോയിട്ടുണ്ട് ഇപ്പോൾ? ഇതിന് ഓട്ടോ 30,000 മാത്രം ഓടിയിട്ടുള്ളൂ വണ്ടി. ഓ, വളരെ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ക്ലെയിം കാര്യങ്ങളൊന്നും വരുന്നില്ല. ഒന്നുമില്ല.
ടയർ ഭാഗങ്ങളൊക്കെ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ടയേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത് 1.2 ലിറ്റർ ആണ് വരിക. നേരത്തെ കണ്ടത് നമ്മൾ 800cc. അപ്പോൾ ഇത് മൈലേജ് എന്ന് പറയുമ്പോൾ ഒരു 12-15 റേഞ്ച് ഒക്കെ ഏകദേശം. ഓക്കെ, ഒരു ക്ലെയിമും ഇല്ലാത്ത 21 മോഡൽ ഓട്ടോമാറ്റിക് ആണ്. ടോർക്ക് കൺവെർട്ടർ ഗിയർ ബോക്സ് വരുന്ന ഓട്ടോമാറ്റിക് സ്പോർട്സ് ഓപ്ഷൻ വരുന്ന വാഹനമാണ്. എത്രയാണ് ചോദ്യത്തിൻ്റെ? ഇത് 5,50,000. 21 മോഡൽ വണ്ടി ഓട്ടോമാറ്റിക് സ്പോർട്സ് ആണ്. ഓട്ടോമാറ്റിക് വണ്ടി നോക്കുന്നവരുണ്ടെങ്കിൽ എന്തായാലും വരാം. മൈലേജ് ഞാൻ മാനുവലാണ് പറഞ്ഞത്, സോറി. അപ്പോൾ അത് തെറ്റാണ്. ഓട്ടോമാറ്റിക് ആകുമ്പോൾ ഒരു 11-13 ആ റേഞ്ചിൻ്റെ കണ്ടാൽ മതി. ഓക്കെ, അത്രേ കിട്ടുള്ളൂ. അപ്പോൾ ലോൺ എത്ര കയറുമില്ലേ? ഒരു 5 lakhs കിട്ടുമോ? 5 lakh ലോൺ കിട്ടും. ഓക്കെ, മാക്സിമം ലോൺ സൗകര്യം കിട്ടുന്നൊരു നല്ല വണ്ടി. അപ്പോൾ തൽക്കാലം നമ്മൾ നിർത്തുകയാണ്. കാർ ആൻഡ് ബൈക്ക് സെലക്റ്റിൻ്റെ കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. കോഴിക്കോട് ഫറൂഖാണ് ലൊക്കേഷൻ. ഇവിടെ ഇത് മാത്രമല്ല സ്റ്റോക്ക്. ഇവരുടെ ഷോറൂം നിൽക്കുന്ന ഈ ഒരു ഏരിയ ചെറിയൊരു ഏരിയ ആണ്. പക്ഷേ ഇവരുടെ യാർഡിൽ യാർഡിലേക്ക് വേറെ വണ്ടികളുണ്ട്. അപ്പോൾ ഏത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് നമ്പറിലേക്ക് വിളിച്ചാൽ മതി. വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. ലൈക്ക് ചെയ്തിട്ടില്ല ഒന്ന് ലൈക്ക് ചെയ്യണം. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നമ്മുടെ ഫാമിലി മെമ്പർ ആവും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോ കാണാം. താങ്ക് യു ബ്രോ.